എല്ലാവർക്കും നമസ്കാരം. യാത്രയൊക്കെ എങ്ങനെ സുഖമായി പോകുന്നോ? യാത്ര കഴിഞ്ഞ് വരാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ അതിഥികളായിട്ട് വരുന്ന നമ്മുടെ വീട്ടിലേക്ക് അതിഥികളായിട്ട് വരുന്ന ആളോട് ചോദിക്കും. യാത്ര സുഖമായിരുന്നല്ലോ, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ വരണ വഴിയാ? ഇപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന അതിഥികളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെകിടത്തിൽ രണ്ടെണ്ണം തരും. അതേ സ്ഥിതിവിശേഷമാണ്. നമ്മുടെ ഈ ദേശീയ പാതക നിർമ്മാണ കമ്മിറ്റി അങ്ങനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു ദിവസത്തെ കൂടെ അത് അതിനെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് കുറച്ച് നാണോ ലജ്ജയുള്ളതുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ പറ്റി പറയാൻ ഉദ്ദേശിക്കണല്ലേ. ഈ റീൽസ് ഇട്ട് കളിക്കുന്ന വലിയ വലിയ മന്ത്രി പുങ്കവന്മാരൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഇതിലും വലിയ സംഭവം എന്താണെന്നറിയോ? ഇപ്പം നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ ഒരു ബസ് സർവീസ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു KSRTC ബസ് സർവീസ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് കടമകളുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ബസ്സൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ പോകാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇന്നലെ രാത്രിയോടുകൂടി നമ്മുടെ കൊരട്ടി പഞ്ചായത്തിന് കിട്ടിയത് അത്തരത്തിലൊരു വലിയ ഭാഗ്യമാണ്. ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് കൊരട്ടി പഞ്ചായത്തിലൂടെ സർവീസ് നടത്തിയിരിക്കുകയാണ്. പള്ളിക്കുളം റോഡ് വഴിയാണ് പോയേക്കുന്നത്. അത് വഴി കാണിച്ചു കൊടുക്കാനും അതിന് നേരേക്ക് പോകാനൊന്നും ഒരാളുമില്ല. എന്താണ് സംവിധാനം എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിലിരിക്കുന്ന യാത്രക്കാരൊക്കെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്കും കാസർഗോഡേക്കൊക്കെ പോണ ബസ് സർവീസിലായിരിക്കുന്നത്. അവർ നിങ്ങൾ നോക്കിയാൽ ശരിക്കും കൊരട്ടിയിലൂടെ വന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഗതി കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ ബസ്സുകൾ മുഴുവൻ വട്ടം ചുറ്റി ചിലപ്പോൾ വേണമെങ്കിൽ വീണ്ടും ഇവർ ഹൈവേ ചെന്ന് കയറും, കറുകുറ്റിയിലോ അളൂർക്കവലയിലൊക്കെ ചെന്ന് കയറും. അതുപോലെ ഒരു പോക്കായിരുന്നു പള്ളിക്കുളം വഴി പോയത്. അവിടെയുള്ള ആളുകൾ അത് കൃത്യമായിട്ട് പിന്നെ വീണ്ടും മനസ്സിലാക്കി തിരിച്ച് അവിടെ ഒരു വളവുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് പോയി ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് ആ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് പോകാൻ പറ്റി. ഇതുപോലെ ഈ ഗ്രാമങ്ങളിലെ നിരത്തുകളൊക്കെ തന്നെ എല്ലാം തവിട്ടുപൊട്ടിയായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കൊരട്ടിയിൽ നിന്ന് തിരിച്ചു വിടുമ്പോൾ തൈക്കൂടം വഴി പോകുമ്പോഴൊക്കെ ചെറിയ വഴികളാണ്. അതുപോലെ തന്നെ ഈ വലിയ കണ്ടെയ്നർ ലോറികളും മറ്റ് സംഭവങ്ങളൊക്കെ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈനിങ് അതൊക്കെ പൊട്ടും. ഇപ്പം ലേറ്റസ്റ്റ് ഒരു 10:00 നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈക്കൂടം വഴി പോരുന്ന സമയത്ത് കാടൂറ്റി ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ കാടൂറ്റി പള്ളി കഴിഞ്ഞ് കൊരട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ 2 ടൂറിസ്റ്റ് ബസ്സുകൾ തമ്മിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണും. ഞാനൊന്ന് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ബസ് താന്നിട്ടുണ്ട്. ഇത് വലിയ ദുരന്ത കാഴ്ചകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്ര നാളിങ്ങനെ നീളും എന്നുള്ള ഒരു പിടിപാടുമില്ല. ഈ പറയുന്ന പഞ്ചായത്തുകളിലൊക്കെ റോഡുകളൊക്കെ ഒരുവിധം യമണ്ടൻ സംഭവങ്ങളായിട്ടുണ്ട്. അപ്പോൾ നിലച്ചിരിക്കാത്ത ഭാഗ്യങ്ങളാണ് പഞ്ചായത്തുകൾ കിട്ടുന്നത്. സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇന്നുണ്ടായ ഒരു സംഭവം, ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അതിഥിനെ ചാലക്കുടിയിൽ സെറ്റ് ചെയ്തു. അവിടേക്ക് വരേണ്ട ക്യാമറാമാന്മാർ എറണാകുളത്ത് നിന്ന് 5 മണിക്ക് പുറപ്പെട്ടിട്ട് എത്തിയത് 8:15. നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ ദുരന്തങ്ങൾ. ഇതൊക്കെ കാറിൽ AC കാറിൽ കട്ടണിട്ട് പോകുന്ന എന്തെന്നാ അവരെ വിളിക്കേണ്ട പേരെന്നിട്ട് അവരെന്ത് വികസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറയണേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെതിരെ പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ട ധർമ്മവും ഇടപെടൽ നടത്തേണ്ട ആളുകളൊക്കെ വളരെ സൈലന്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലെ കുത്തിരുന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ച് സമരം ചെയ്യുന്നുണ്ട്. എല്ലാവരും എല്ലാ ഒരു രാഷ്ട്രീയ പാർട്ടിനെ മാറ്റി നിർത്താനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയാണ് ഗൗരവമായിട്ടുള്ള ജനങ്ങളുടെ വിഷയം ഏറ്റുപിടിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ആരുമില്ല. ഇനി ജനങ്ങൾ തയ്യാറാവോ? ദുരന്ത കാഴ്ചകളാണ് ഒരു വശത്തെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറുവശത്തെ കൂടെ ഇങ്ങനത്തെ കാഴ്ചകളുണ്ട്. അപ്പോൾ ആ ബസ്സുകൾ ഇപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. താന്ന് പോയിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും സ്ഥിതി. അതുപോലെ തന്നെ ഞാൻ കാരൂറ്റി പഞ്ചായത്തിലെ ചാത്തഞ്ചാല് അവിടെ അതികൂടെ പോകുന്ന റൂട്ട്, അതികൂടെ വഴി തിരിച്ചു വിടുന്ന വാഹനങ്ങൾ പോകുന്നതാണ്. അവിടെ ഇരിക്കുന്ന ഒരു കലങ്കന്റെ സ്ഥിതി കൂടി കാണിച്ചിട്ടുണ്ട്. ഇതുണ്ട്, അതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നാളെ എത്തുമെന്നുള്ളത് അറിയില്ല. അതായത് ജൂൺ 1-ാം തീയതി ഞായറാഴ്ച വരെ എത്തുമെന്ന് അറിയില്ല. ആ കല്ലുമേന്ന സാധനം കലങ്ക് ഒടിഞ്ഞു വീഴുമെന്നുള്ളതും അറിയില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പൊങ്ങത്ത് നിന്നും അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് വരുന്ന ആളുകൾ മിക്കവാറും ഈ പൊങ്ങത്ത് നിന്നിട്ടാണ് തിരിയണത്. പൊങ്ങത്ത് ചെന്നിട്ട് വാളൂര് കൂടി അങ്ങനെ തിരിഞ്ഞ് പോരുന്ന ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ റോഡുകളെല്ലാം ഗ്രാമീണ റോഡുകളാണ്. ഞാൻ NH-ലൂടെ വരുന്ന ആളുകളോടാണ് കേട്ടോ ഇത് പറയുന്നത്. ഈ റോഡുകളൊക്കെ ഗ്രാമ റോഡുകളാണ്. അപ്പോൾ വലിയ ലോറികളും വലിയ സംഭവങ്ങളും പിന്നെ വരുന്ന വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത്. വളച്ചകൾ എന്താ പോക്ക് പോകണമെന്നറിയാം. ഇതൊക്കെ ഒന്ന് ക്രമീകരിച്ച് പോകാൻ സാധിക്കുകയാണെങ്കിൽ ആ ഗ്രാമത്തിലെ റോഡുകളും നിലനിൽക്കും, നിങ്ങൾക്കും പോകാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടക്കാം. അതാണ് പറയേണ്ടത്. പിന്നെ ഗതി തിരിച്ചു വിടാനായിട്ട് നിൽക്കുന്ന ആരെങ്കിലൊക്കെ നിൽക്കുന്നത് നല്ലതാണ്. കൃത്യമായിട്ട് ഗതി തിരിച്ചു വിടുക. അല്ലെങ്കിൽ മറ്റേ പള്ളിത്തോട്ടിലേക്കോ പള്ളിക്കുളത്തേക്കോ ഒക്കെ സൂപ്പർ ഫാസ്റ്റ് ബസ് പോകും. പിന്നെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഇന്നത്തെ ഈ ദേശീയപാത നിർമ്മാണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റി പറയുന്നത്. ഇനിയും വാർത്തകളുണ്ട്. പലരും സ്റ്റീൽ റാഡറൊക്കെ ഇട്ട് വീട്ടിൽ കുത്തിരിക്കേണ്ട ആക്സിഡന്റ് ഇല്ല. അത് നാളെ പറയാം. എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഈ സേവനങ്ങളും ഈ സഹായങ്ങളും ആ കൊരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ചാലക്കുടിക്ക് പോകുമ്പോൾ ഹൈവേ കൂടെ യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് 2 വീലറിനൊക്കെ പോകുന്ന ആൾക്കാർ, ആ ചെളിക്കൂടെയൊക്കെ വണ്ടി എടുത്ത് പോകുമ്പോഴല്ലേ ഒന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഇവരെന്ന് ഓർത്തോളൂ. ഈ ചൂണ്ടുവരൽ നമ്മൾ മഷിമുക്കി വോട്ട് ചെയ്തേക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ഏത് ജില്ലയിൽ നിന്നുള്ള ആളുകളായാലും നിങ്ങളൊന്നും ഓർത്തോളൂ അവരെ. എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലെങ്കിലും നിങ്ങൾക്ക് പറയാനും പ്രതികരിക്കാനും തോന്നണം. ആ ചെളിക്കൂടെ വണ്ടി എടുത്ത് പോകുന്ന ആൾക്കാർ എന്ത് സുഖമെന്നുള്ളത് അവരോട് ചോദിക്കുക. പിന്നെ സർവീസ് റോഡുകളിലൂടെയും ഒക്കെ വഴി തിരിച്ചു വിട്ട് പോകുന്ന ആളുകൾ വഴി കറക്റ്റായിട്ട് തന്നെ പോവുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുക. വലിയ ബസ്സുകളും സംഭവങ്ങളൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ അപകടങ്ങളും സംഭവങ്ങളും ഇരിക്കുന്നുണ്ട്. ഇത്തരം റോഡുകളിൽ ഏതെങ്കിലും അപകടാവസ്ഥകൾ ഉണ്ടെങ്കിൽ
അത് തദ്ദേശ ഭരണ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഇടപെട്ട് അത് പരിഹരിക്കണം. വലിയ വാഹനങ്ങളാണ് വരാൻ പോകുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം. കൂടുതൽ പുതിയ ബസ് റൂട്ടുകളും ബസ് സർവീസുകളും സൂപ്പർ ഫാസ്റ്റുകളും എക്സ്പ്രസ്സുകളും ഒക്കെ ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെ പോകാനായിട്ട് സാധ്യത വരട്ടെ. അപകടങ്ങളൊന്നും തന്നെ ഇല്ലാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരട്ടെ എന്ന് മാത്രമാണ് ഒരു എളിയ ചാലക്കുടിക്കാരൻ എന്ന നിലയ്ക്ക് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം.